ശ്രീകൃഷ്ണൻ പറയുന്നു, നിങ്ങൾ ഏത് കർമ്മം ചെയ്താലും അത് ഈശ്വരന് സമർപ്പിക്കുക. അപ്പോൾ ആശങ്കയ്ക്ക് ഒരു കാരണവും ഉണ്ടാകില്ല. ഈ സമർപ്പണ ഭാവമാണ് ഭക്തിയോഗത്തിൻ്റെ സാരം. ഈ ഉപദേശം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും എല്ലാ പ്രയത്നങ്ങളെയും അവയുടെ ഫലങ്ങളോടുകൂടി ഈശ്വരന് സമർപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നയാൾ എന്ന ഭാവത്തിൽ നിന്നും ഫലത്തെക്കുറിച്ചുള്ള ആശങ്കയിൽ നിന്നോ ഭയത്തിൽ നിന്നോ മോചിതരാകുന്നു എന്നാണ്. നമ്മൾ എന്തു തന്നെ ചെയ്താലും അത് ഈശ്വരനോടുള്ള ഒരു സേവനമായോ ഒരു പൂജയായോ ഒരു സമർപ്പണമായോ ചെയ്താൽ നമുക്ക് അഗാധമായ മാനസിക ശാന്തി ലഭിക്കുന്നു. നമ്മൾ കേവലം ഒരു നിമിത്തം മാത്രമാണെന്നും ചെയ്യുന്നവൻ ഈശ്വരൻ തന്നെയാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ഉപദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കർമ്മം തന്നെയാണ് നമ്മുടെ ധർമ്മമെന്നും അത് യാതൊരു വ്യക്തിപരമായ ലാഭനഷ്ടങ്ങൾ പ്രതീക്ഷിക്കാതെ ഈശ്വരനെ സാക്ഷിയാക്കി ചെയ്യുന്നതാണ് ആശങ്കയിൽ നിന്ന് ശാശ്വതമായ മോചനം നേടാനുള്ള ഉറപ്പായ മാർഗമെന്നുമാണ്. ആശങ്ക കൊണ്ട് ഒന്നും മാറുന്നില്ല, കർമ്മം കൊണ്ട് എല്ലാം മാറുന്നു. ഇത് നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു അത്യന്തം ഗഹനവും സുപ്രധാനവുമായ സത്യമാണ്. ആശങ്കപ്പെടുന്നത് ഒരു നിഷേധാത്മക പ്രക്രിയയാണ്. നമ്മുടെ വിലയേറിയ ഊർജം വെറുതെ പാഴാക്കുന്ന ഒരു മാനസിക കെണിയാണ്. ഇത് നാം നമ്മുടെ ചുമലിൽ വഹിക്കുന്ന ഒരു അദൃശ്യമായ ഭാരം പോലെയാണ്. അത് നമ്മെ മുന്നോട്ട് പോകുന്നത് തടയുകയും നമ്മുടെ സർഗാത്മകതയെ മന്ദിക്കവിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ ആശങ്കയിൽ മുഴുകുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു പ്രക്ഷുബ്ധമായ സമുദ്രം പോലെയായി തീരുന്നു. അതിൽ വ്യക്തതയുടെ ഒരു തിരയും ഉയരുന്നില്ല. നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു, അവയുടെ സാധ്യതയുള്ള മോശം ഫലങ്ങളെക്കുറിച്ച് സങ്കല്പിക്കുന്നു. എന്നാൽ പരിഹാരത്തിൻ്റെ ദിശയിലേക്ക് ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല. ഇതിനു വിപരീതമായി ആശങ്കയിൽ നാം പാഴാക്കുന്ന അതേ സമയവും അതേ ഊർജവും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഉറച്ച നടപടികൾ സ്വീകരിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ യഥാർത്ഥ പുരോഗതി നേടാനാകും. കർമ്മമാണ് സാധ്യതകളുടെ വാതിലുകൾ തുറക്കുന്ന താക്കോൽ. കർമ്മം എന്നാൽ പരിശ്രമിക്കുക, ആസൂത്രണം ചെയ്യുക, ആ പദ്ധതി നടപ്പിലാക്കുക എന്നാണ് അർത്ഥം. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ സാഹചര്യങ്ങളെ മാറ്റാനുള്ള ശക്തി നമ്മുടെ കൈകളിൽ എടുക്കുന്നു. നമ്മൾ വെറും കാഴ്ചക്കാരായി നിൽക്കുന്നതിനു പകരം നമ്മുടെ ജീവിതത്തിൻ്റെ സജീവ നിർമ്മാതാക്കളായി മാറുന്നു. പ്രശ്നം എത്ര വലുതാണെങ്കിലും അതിൻ്റെ വലിപ്പം നമ്മെ ഭയപ്പെടുത്താം. എന്നാൽ അതിൻ്റെ പരിഹാരം നമ്മുടെ കർമ്മങ്ങളിലൂടെ മാത്രമേ പുറത്തു വരൂ എന്നത് ഓർത്തിരിക്കേണ്ടത് പ്രധാനമാണ്. പർവ്വതം പോലെ തോന്നുന്ന പ്രശ്നവും ചെറിയ ചെറിയ നിരന്തരമായ കർമ്മങ്ങളിലൂടെ മുറിച്ചു മാറ്റാൻ കഴിയും. നമ്മുടെ ഊർജം ശരിയായ ദിശയിൽ പ്രയോഗിക്കുമ്പോൾ, നമ്മുടെ പ്രയത്നങ്ങളിൽ ആത്മാർത്ഥതയും സ്ഥിരോത്സാഹവും കാണിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. കർമ്മം നമ്മെ പരിഹാരത്തിലേക്ക് എത്തിക്കുക മാത്രമല്ല, അത് നമുക്ക് ആത്മവിശ്വാസവും ആത്മാഭിമാനവും നൽകുന്നു. ഓരോ ചെറിയ ചുവടും ഓരോ ചെറിയ പ്രയത്നവും നമ്മെ ശക്തരാക്കുകയും വെല്ലുവിളികളെ നേരിടാൻ നാം പ്രാപ്തരാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ജീവിതത്തിൻ്റെ പ്രകൃതം തന്നെ കയറ്റിറക്കങ്ങൾ നിറഞ്ഞതാണ്. ഓരോ ഇരുട്ടിനു ശേഷം ഒരു പുതിയ പ്രഭാതം വരുന്നു. ഇത് പ്രകൃതിയുടെ അലംഘനീയമായ നിയമമാണ്. ഇതേ നിയമം നമ്മുടെ ജീവിതത്തിലും ബാധകമാണ്. ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും, അവ എത്ര ഭീകരമായി തോന്നിയാലും, എല്ലാം വീണ്ടും സാധാരണ നിലയിലാകുന്ന ഒരു സമയം തീർച്ചയായും വരും. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം സഹിക്കാവുന്നതായി മാറും. മേഘങ്ങൾ മാഞ്ഞു പോകുന്നു, സൂര്യൻ വീണ്ടും പ്രകാശിക്കുന്നു. ബുദ്ധിമുട്ടുകൾ താൽക്കാലികമാണെന്നും അവ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും എന്നാൽ അവ എക്കാലവും നിലനിൽക്കുന്നില്ലെന്നും കാലക്രമേണ അവ ഇല്ലാതാകുമെന്നുമുള്ള ഈ ഗഹനമായ സത്യം നാം മനസ്സിലാക്കിയാൽ നമ്മുടെ മനസ്സിലെ ആശങ്ക തനിയെ കുറയും. ഈ തിരിച്ചറിവ് നമുക്ക് ക്ഷമ നൽകുന്നു, നമുക്ക് പ്രതീക്ഷ നൽകുന്നു. രാത്രിയുടെ ഘോര അന്ധകാരത്തിന് ശേഷം സൂര്യോദയം ഉറപ്പുള്ളതുപോലെ ഓരോ പ്രതിസന്ധിക്ക് ശേഷവും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമുണ്ടാകുന്നു, ഒരു പുതിയ അവസരം ലഭിക്കുന്നു. ഇതാണ് ജീവിതചക്രം, മാറ്റത്തിൻ്റെ ശാശ്വതമായ നിയമം. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ചക്രം നാം മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൻ്റെ തിരമാലകളിൽ സവാരി ചെയ്യാൻ പഠിക്കുന്നു, കയറ്റിറക്കങ്ങൾ അംഗീകരിക്കാൻ പഠിക്കുന്നു, ആശങ്കയുടെ ഭാരത്തിൽ നിന്ന് മോചിതരാകുന്നു. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുനന് നൽകുന്ന ഉപദേശം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. മറിച്ച് ജീവിതത്തിലെ പോരാട്ടങ്ങളോടും ആശങ്കകളോടും മല്ലിടുന്ന ഓരോ വ്യക്തിക്കും അത് പ്രസക്തമാണ്. ശ്രീകൃഷ്ണൻ പറയുന്നു, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫല ഹേതുർഭൂർ മാ തേ സങ്കോസ്ത്വ കർമ്മണി. അതായത് കർമ്മം ചെയ്യാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ, അതിൻ്റെ ഫലങ്ങളിൽ ഒരിക്കലുമില്ല. അതിനാൽ നീ കർമ്മഫലത്തിന് കാരണക്കാരനാകരുത്. കർമ്മം ചെയ്യാതിരിക്കുന്നതിലും നിനക്ക് ആസക്തി ഉണ്ടാകരുത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ പറയുന്നത് നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളുടെ ധർമ്മമെന്നാണ്. ഫലത്തെക്കുറിച്ച് ആകുലപ്പെടരുത്. കാരണം നിങ്ങൾ കർമ്മം ചെയ്യാനാണ് ജനിച്ചത്, ഫലം നേടാനല്ല. ഈ ഉപദേശം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും മുഴുവൻ ഊർജവും നമ്മുടെ കർമ്മങ്ങളിലും നമ്മുടെ കർത്തവ്യങ്ങളിലും കേന്ദ്രീകരിക്കണമെന്നും അല്ലാതെ അതിൻ്റെ സാധ്യതയുള്ള ഫലങ്ങളിലല്ല എന്നുമാണ്. പലപ്പോഴും നമ്മൾ ഫലത്തെക്കുറിച്ചുള്ള ആശങ്കയിൽ മുഴുകിപ്പോവുകയും ശരിയായ രീതിയിൽ കർമ്മം ചെയ്യാൻ പോലും കഴിയാതെ വരികയും ചെയ്യുന്നു.
നമ്മുടെ മനസ്സ് ഭാവിയുടെ അനിശ്ചിതത്വങ്ങളിൽ അലഞ്ഞുതിരിയുന്നു. ഞാൻ വിജയിക്കുമോ? എനിക്ക് ആഗ്രഹിച്ച ഫലം ലഭിക്കുമോ? ഞാൻ പരാജയപ്പെടുമോ? ഈ ആശങ്ക നമ്മുടെ വർത്തമാനകാലത്തെ പ്രയത്നങ്ങളെ ദുർബലപ്പെടുത്തുകയും നമ്മുടെ ഏകാഗ്രതയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ശ്രീകൃഷ്ണന്റെ ഈ ഗഹനമായ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയും അതിനെ നമ്മുടെ പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനമാക്കുകയും ചെയ്താൽ നമ്മുടെ മിക്ക ആശങ്കകളും തനിയെ അവസാനിക്കും. കാരണം നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ പൂർണ്ണമായ ആത്മാർത്ഥതയും സത്യസന്ധതയും സ്ഥിരോത്സാഹവും പുലർത്തുമ്പോൾ, നിങ്ങളുടെ ഏറ്റവും മികച്ച പ്രയത്നം നടത്തുമ്പോൾ ഫലങ്ങൾ പലപ്പോഴും തനിയെ ശരിയായ ദിശയിലേക്ക് നീങ്ങുന്നു. ഇനി ഫലങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിലും നിങ്ങളുടെ കർത്തവ്യം പൂർണ്ണമായ ആത്മാർത്ഥതയോടെ നിർവഹിച്ചു എന്ന സംതൃപ്തി നിങ്ങൾക്കുണ്ടാകും. ഇതാണ് നിഷ്കാമ കർമ്മയോഗത്തിൻ്റെ സാരം. അത് നമ്മെ ആശങ്കയിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഇന്നത്തെ ആശങ്ക നാളത്തെ സന്തോഷത്തെ മോഷ്ടിക്കുന്നു. ഇത് വളരെ കൃത്യമായൊരു പ്രസ്താവനയാണ്. നമ്മളിൽ പലരും നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള സാങ്കല്പിക ആശങ്കയിൽ മുഴുകി വർത്തമാനകാലത്തെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നു. നമ്മുടെ മനസ്സ് ഒന്നുകിൽ ഭൂതകാലത്തിലെ ഖേദങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിൽ. ഇതൊരു വലിയ തെറ്റാണ്. കാരണം വർത്തമാനകാലമാണ് നമ്മുടെ യഥാർത്ഥ സമയം. ഈ നിമിഷത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ നിമിഷത്തിലാണ് നാം കർമ്മം ചെയ്യുന്നത്. ഈ നിമിഷത്തിലാണ് നാം അനുഭവിച്ചറിയുന്നത്. നമ്മൾ ഭാവിയെക്കുറിച്ച് മാത്രം ആശങ്കപ്പെട്ടാൽ നമുക്ക് ഇന്ന് ജീവിക്കാൻ കഴിയില്ല. ഇന്നത്തെ ചെറിയ സന്തോഷങ്ങൾ അനുഭവിക്കാൻ കഴിയില്ല. ഭാവിയിലും യഥാർത്ഥത്തിൽ സന്തോഷമായിരിക്കാൻ കഴിയില്ല. അതിനാൽ നാം വർത്തമാനകാലത്തിൽ പൂർണ്ണമായി ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ തുറക്കുക. ചുറ്റുമുള്ള ലോകത്തെ കാണുക, കേൾക്കുക, അനുഭവിക്കുക. നമ്മുടെ പക്കലുള്ളത് എന്താണെങ്കിലും, അതെത്ര ചെറുതാണെങ്കിലും അത് ആസ്വദിക്കുക. അതിനോട് നന്ദിയുള്ളവരായിരിക്കുക. വർത്തമാനകാലമാണ് നമ്മുടെ ഭാവിയുടെ ചിത്രം വരയ്ക്കുന്ന ക്യാൻവാസ്. വർത്തമാനം സന്തോഷവും കർമ്മവും നിറഞ്ഞതാണെങ്കിൽ ഭാവിയും തനിയെ ശോഭനമായിരിക്കും. സാഹചര്യങ്ങൾ കഠിനമായിരിക്കാം. ജീവിതം നമ്മെ അപ്രതീക്ഷിതമായ തിരിവുകളിലേക്ക് കൊണ്ടുപോകാം. വെല്ലുവിളികൾ ഭീമാകാരമായ രൂപം ധരിക്കാം. എന്നാൽ നിങ്ങൾ, മനുഷ്യർ, അവയേക്കാൾ വളരെ ശക്തരാണ്. ജീവിതത്തിൽ പലതവണ നമുക്ക് ഇനി സഹിക്കാൻ കഴിയില്ലെന്നും നമ്മുടെ കഴിവിൻ്റെ പരിധിയിലെത്തിയെന്നും തോന്നുന്ന സാഹചര്യങ്ങൾ വരാം. എന്നാൽ സത്യമെന്തെന്നാൽ മനുഷ്യൻ്റെ ആന്തരിക ശക്തി അനന്തമാണ്. നമ്മുടെ ഉള്ളിൽ ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിൽ നിന്ന് കരകയറാൻ സഹായിക്കുന്ന ഒരു അദമ്യമായ ശക്തിയുടെ ഉറവിടവും ഒരു വഴക്കവുമുണ്ട്. നമ്മുടെ ഈ ആന്തരിക ശക്തിയിലും ആത്മബലത്തിലും നാം വിശ്വസിക്കണം. കാരണം നാം നമ്മുടെ ബുദ്ധിമുട്ടുകളെക്കാളും പ്രശ്നങ്ങളെക്കാളും വളരെ ശക്തരാണ്. ഈ ഗഹനമായ സത്യം നാം മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലുള്ള ശക്തിയുമായി നാം ബന്ധപ്പെടുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള ആശങ്കയും അലട്ടുകയില്ല. നമ്മൾ വെല്ലുവിളികളെ ഭയത്തോടെയല്ല, മറിച്ച് ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും കാണുന്നു. ആശങ്ക നിങ്ങളുടെ മനസ്സിൻ്റെ ശാന്തിയെയും നിങ്ങളുടെ ആന്തരിക സ്ഥിരതയെയും കത്തിച്ച് ചാമ്പലാക്കുന്ന ഒരു വിനാശകരമായ അഗ്നിയാണ്. നമ്മൾ ആശങ്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് അശാന്തമാകുന്നു. ചിന്തകളുടെ ഒരു കൊടുങ്കാറ്റുയരുന്നു. നമ്മുടെ മാനസിക കഴിവുകൾ ശരിയായി ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നു. നമ്മുടെ തീരുമാനമെടുക്കാനുള്ള കഴിവ് ക്ഷയിക്കുന്നു. നമ്മുടെ സർഗാത്മകത തടസ്സപ്പെടുന്നു. ഇതിനു പകരം നാം ബോധപൂർവം ആശങ്കയെ മനസ്സിൽ നിന്ന് അകറ്റി നിർത്തുകയും മനസ്സ് ശാന്തവും സ്ഥിരവുമാക്കാൻ പരിശീലിക്കുകയും ചെയ്താൽ ഓരോ സാഹചര്യത്തെയും ഓരോ വെല്ലുവിളിയെയും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. ഒരു ശാന്തമായ മനസ്സിന് വ്യക്തമായി ചിന്തിക്കാൻ കഴിയും. അശാന്തമായ മനസ്സ് പ്രശ്നങ്ങൾ മാത്രം കാണുന്നിടത്ത് അതിന് പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയും. മനസ്സിൻ്റെ ശാന്തിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ നിധി. അത് നിലനിർത്താൻ ആശങ്കയാകുന്ന കള്ളനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. സമയം എല്ലാ മുറിവുകളും ഉണക്കും. അതിനാൽ ക്ഷമയോടെ ഇരിക്കുക. ഈ പഴഞ്ചൊല്ല് ശാരീരിക മുറിവുകൾക്ക് മാത്രമല്ല, മാനസികവും വൈകാരികവുമായ മുറിവുകൾക്കും ബാധകമാണ്. സമയം ഒരു മഹാനായ ചികിത്സകനാണ്. അത് പതുക്കെ ഏറ്റവും ആഴത്തിലുള്ള മുറിവുകൾ പോലും ഉണക്കുന്ന ഒരു മരുന്നാണ്. ജീവിതത്തിൽ എത്ര വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും, എത്ര ആഴത്തിലുള്ള ദുഃഖമുണ്ടായാലും കാലക്രമേണ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാവും. അല്ലെങ്കിൽ കുറഞ്ഞത് അതിൻ്റെ തീവ്രത കുറയും. അതിനാൽ നാം ക്ഷമയോടെ ഇരിക്കണം. ക്ഷമ കൈവിടാതിരിക്കണം. കാലക്രമേണ എല്ലാം ശരിയാകുമെന്നും കാര്യങ്ങൾ മെച്ചപ്പെടുമെന്നും വിശ്വസിക്കണം. തിടുക്കത്തിൽ ആശങ്കപ്പെടുന്നത്, അക്ഷമരാകുന്നത് നമ്മെ കൂടുതൽ അസ്വസ്ഥരാക്കുകയും നമ്മുടെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം ക്ഷമ നമുക്ക് മാനസിക ശാന്തി നൽകുക മാത്രമല്ല, പലപ്പോഴും പരിഹാരത്തിലേക്കുള്ള വഴിയും കാണിച്ചു തരുന്നു. ക്ഷമ നമുക്ക് സാഹചര്യങ്ങൾ പക്വത പ്രാപിക്കാനുള്ള സമയം നൽകുകയും ശരിയായ സമയത്ത് ശരിയായ നടപടിയെടുക്കാനുള്ള വിവേകം നൽകുകയും ചെയ്യുന്നു. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ വീണ്ടും പറയുന്നു, ആത്മനിയന്ത്രണവും ക്ഷമയുമാണ് യഥാർത്ഥ വിജയത്തിനുള്ള ഉപകരണങ്ങൾ. ഈ ഉപദേശം നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ, ബാഹ്യ സാഹചര്യങ്ങളുടെ ആഘാതങ്ങളിൽ നിന്ന് അവയെ വ്യതിചലിക്കുന്നത് തടയാൻ കഴിഞ്ഞാൽ, ജീവിതത്തിലെ ഓരോ വെല്ലുവിളിയെയും ഓരോ കൊടുങ്കാറ്റിനെയും നമുക്ക് വിജയകരമായി നേരിടാൻ കഴിയും എന്നാണ്. സാഹചര്യങ്ങൾ എത്ര കഠിനമാണെങ്കിലും എത്ര പ്രതികൂലമാണെന്ന് തോന്നിയാലും നമ്മുടെ മനസ്സ് സംയമനത്തോടെയാണെങ്കിൽ, അത് വികാരങ്ങളുടെ ആവേശത്തിൽ ഒഴുകിപ്പോകുന്നില്ലെങ്കിൽ, നാം ക്ഷമയോടെയാണെങ്കിൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയും.
ആത്മനിയന്ത്രണം നമ്മെ അനാവശ്യ പ്രതികരണങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. ക്ഷമ ശരിയായ അവസരത്തിനായി കാത്തിരിക്കാനുള്ള ശക്തി നൽകുന്നു. ഈ ആന്തരിക അച്ചടക്കമാണ് യഥാർത്ഥ ശക്തി. കഴിഞ്ഞു പോയത് മാറ്റാൻ കഴിയില്ല, എന്നാൽ അതിൽ നിന്ന് പഠിക്കാൻ കഴിയും. പലപ്പോഴും നാം ഭൂതകാലത്തിലെ സംഭവങ്ങളെ, പ്രത്യേകിച്ച് നമ്മുടെ തെറ്റുകളെയും പരാജയങ്ങളെയും കുറിച്ച് അത്ര അധികം ആശങ്കാകുലരാകുന്നു. നാം വർത്തമാനകാലത്തിൽ ജീവിക്കാൻ മറന്നുപോകുന്നു. നമ്മുടെ മനസ്സ് ഭൂതകാലത്തിൻ്റെ ഭാരത്താൽ ഞെരിഞ്ഞമർന്നിരിക്കുന്നു. എന്നാൽ ഭൂതകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ടോ അതിൽ ഖേദിക്കുന്നതുകൊണ്ടോ ഒന്നും മാറില്ലെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. സംഭവിച്ചത് സംഭവിച്ചു, അത് മാറ്റാൻ കഴിയില്ല. എന്നാൽ ഭൂതകാലത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ, അതിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങൾ ഭാവിയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനും വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാനും നമ്മെ സഹായിക്കും. ഭൂതകാലത്തിലെ തെറ്റുകളെക്കുറിച്ച് ആശങ്കപ്പെടുന്നതിനു പകരം അവയെ ജീവിതത്തിലെ ഒരു വിലയേറിയ പാഠമായി കണക്കാക്കി അതിൽ നിന്ന് പഠിച്ച് വർത്തമാനകാലത്തിൽ മികച്ച പ്രകടനം നടത്തി മുന്നോട്ടു പോകേണ്ടത് അത്യാവശ്യമാണ്. ഭൂതകാലത്തെ ഒരു അധ്യാപകനായി കാണുക, ഒരു ഭാരമായിട്ടല്ല. ആശങ്കയിൽ മുഴുകുന്നത് ജീവിതത്തെ വിരസവും വർണ്ണരഹിതവും ഭാരമേറിയതുമാക്കുന്നു. നാം നിരന്തരം ആശങ്കപ്പെടുമ്പോൾ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ ആനന്ദവും അതിൻ്റെ ചെറിയ സന്തോഷങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്നു. നമ്മുടെ എല്ലാ വികാരങ്ങളും എല്ലാ ഊർജവും ആശങ്കയിൽ മുഴുകുന്നു. ചുറ്റും ചിതറിക്കിടക്കുന്ന ചെറിയ സന്തോഷങ്ങൾ പോലും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. പ്രഭാതത്തിലെ ശുദ്ധവായു, പൂക്കളുടെ സുഗന്ധം, പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരി, ഒരു നല്ല ഭക്ഷണം, ഇവയെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ആശങ്കയുടെ ഒരു മറ നമ്മുടെ കണ്ണുകളെ മൂടുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ജോലി, കർത്തവ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ പ്രധാനമാണ്. എന്നാൽ ജീവിതത്തിലെ ഓരോ നിമിഷവും ജീവിക്കാൻ ശ്രമിക്കുന്നതും അതിലുള്ള ആനന്ദം അനുഭവിക്കുന്നതും അത്ര തന്നെ പ്രധാനമാണ്. ജീവിതത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യവും യഥാർത്ഥ രസവും ആശങ്ക കാരണം നാം പലപ്പോഴും അവഗണിക്കുന്ന ആ ചെറിയ അമൂല്യമായ നിമിഷങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു. ഈ നിമിഷങ്ങൾ ജീവിക്കാൻ പഠിക്കുക. ഇതാണ് ആശങ്കയിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു വഴി. ഓരോ പ്രശ്നത്തിനും പരിഹാരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ശാന്തമായ മനസ്സോടെ ചിന്തിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇത് നാം പലപ്പോഴും മറന്നുപോകുന്ന മറ്റൊരു ഗഹനമായ സത്യമാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ നാം പരിഭ്രാന്തരാകുന്നു, നമ്മുടെ മനസ്സിൻ്റെ ശാന്തി നഷ്ടപ്പെടുത്തുന്നു, ഉടൻ തന്നെ ബാഹ്യ സഹായം തേടാൻ തുടങ്ങുന്നു, മറ്റുള്ളവരിൽ നിന്ന് പരിഹാരം പ്രതീക്ഷിക്കുന്നു. എന്നാൽ പലപ്പോഴും ഓരോ പ്രശ്നത്തിനും പരിഹാരം, അല്ലെങ്കിൽ കുറഞ്ഞത് പരിഹാരത്തിൻ്റെ ദിശയെങ്കിലും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ മനസ്സ് ശാന്തമാക്കി ആഴത്തിൽ വ്യതിചലിക്കാതെ ചിന്തിക്കുന്ന ഒരു ശീലം നാം വളർത്തിയെടുക്കണം. നാം ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ ചിന്തിക്കുമ്പോൾ ശരിയായ പരിഹാരം തനിയെ നമ്മുടെ മുന്നിൽ വരുന്നു, ശാന്തമായ ജലത്തിൽ പ്രതിബിംബം വ്യക്തമായി കാണുന്നത് പോലെ. ഇതിനു വേണ്ടത് നമ്മുടെ മനസ്സ് സ്ഥിരമായി നിലനിർത്തുക, ചിന്തകളുടെ കോലാഹലം ശമിപ്പിക്കുക, ആശങ്കയിൽ നിന്ന് അകന്നു നിൽക്കുക എന്നിവ മാത്രമാണ്. ആത്മപരിശോധനയും ശാന്തമായ മനസ്സുമാണ് പരിഹാരത്തിൻ്റെ താക്കോൽ. ശ്രീകൃഷ്ണൻ തുടർന്നു പറയുന്നു, ആത്മത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും മാർഗമാണ് യഥാർത്ഥ സുഖത്തിൻ്റെ മാർഗം. ഈ ഉപദേശം നമ്മെ പഠിപ്പിക്കുന്നത് നാം നമ്മുടെ സ്വാർത്ഥതയിലും ആഗ്രഹങ്ങളിലും ആശങ്കകളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ ആശങ്കകൾ വർദ്ധിക്കുന്നു എന്നാണ്. എന്നാൽ നാം നമ്മുടെ സ്വാർത്ഥത ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ സേവനത്തിൻ്റെയും നന്മയുടെയും മാർഗം സ്വീകരിക്കുമ്പോൾ, നിസ്വാർത്ഥമായി മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ആശങ്കകൾ തനിയെ ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ കുറഞ്ഞത് പ്രാധാന്യം കുറയുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ, അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നമുക്കൊരു ആഴത്തിലുള്ള സംതൃപ്തിയും സന്തുലിതാവസ്ഥയും ലഭിക്കുന്നു. അതേത് ഭൗതിക സുഖത്തെക്കാളും വലുതാണ്. സേവനഭാവം നമ്മെ നമ്മുടെ ചെറിയ ഞാൻ എന്നതിലുപരി ഒരു വലിയ ലക്ഷ്യവുമായി ബന്ധിപ്പിക്കുന്നു. ഈ ബന്ധം ആശങ്ക കുറയ്ക്കുന്നു. ആശങ്ക നിങ്ങളെ കീഴടക്കാൻ അനുവദിക്കരുത്, മറിച്ച് നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ അതിനെ ജയിക്കുക. ജീവിതത്തിലെ ഓരോ വെല്ലുവിളിയും ഓരോ ബുദ്ധിമുട്ടും ഒരു അനുഭവമാണ്. അത് നമ്മെ എന്തെങ്കിലും പഠിപ്പിക്കാനും കൂടുതൽ ശക്തരാക്കാനും വരുന്നു. നാം ബുദ്ധിമുട്ടുകളെ നേരിടുകയും അവയുമായി പോരാടുകയും അവയിൽ നിന്ന് പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആശങ്ക പതുക്കെ കുറയുന്നു. നാം കഴിവുള്ളവരാണെന്നും ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ കഴിയുമെന്നും നാം മനസ്സിലാക്കാൻ തുടങ്ങുന്നു. കഠിനമായ കാലങ്ങൾ നമ്മെ കൂടുതൽ കഴിവുള്ളവരും കൂടുതൽ പക്വതയുള്ളവരുമാക്കുന്നുവെന്നത് ജീവിതത്തിൻ്റെ നിയമമാണ്. ആശങ്കപ്പെടുന്നതിനു പകരം നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുകയും അവയെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാക്കുകയും ചെയ്യുന്നതിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഓരോ അനുഭവവും, അത് സുഖകരമായാലും ദുഃഖകരമായാലും, നമ്മെ രൂപപ്പെടുത്തുന്നു. ആശങ്കയെ ഒരു തടസ്സമായിട്ടല്ല, മറിച്ച് വികസനത്തിൻ്റെ ഒരു ഉത്തേജകമായി കാണുക. ജീവിതത്തിലെ ഓരോ പ്രശ്നവും നമ്മെ പുതിയ എന്തെങ്കിലും പഠിപ്പിക്കാനാണ് വരുന്നത്. അതിനെ ഒരു അവസരമായി കാണുക, ആശങ്കയായിട്ടല്ല. ഇത് മുൻപത്തെ പോയിന്റിൻ്റെ ഒരു വിപുലീകരണമാണ്. നാം പ്രശ്നങ്ങളെ കേവലം പ്രശ്നങ്ങളായി കാണുമ്പോൾ അവ നമുക്ക് ഭാരമായി തോന്നുന്നു, അവ ആശങ്കയുണ്ടാക്കുന്നു. എന്നാൽ നാം നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുകയും ഓരോ പ്രശ്നത്തെയും ഒരു മറഞ്ഞിരിക്കുന്ന അവസരമായി കാണുകയും ചെയ്താൽ, പുതിയ എന്തെങ്കിലും പഠിക്കാനുള്ള അവസരം, നമ്മുടെ ബലഹീനതകൾ തിരിച്ചറിയാനുള്ള അവസരം, നമ്മുടെ കഴിവുകൾ പരീക്ഷിക്കാനുള്ള അവസരം, ക്ഷമയും സഹിഷ്ണുതയും വളർത്തിയെടുക്കാനുള്ള അവസരം, ആശങ്കയ്ക്ക് ഒരു കാരണവുമില്ല. ഓരോ വെല്ലുവിളിയും ഒരു പുതിയ പാഠം നൽകുന്നു.
ഇത് മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ശാന്തിയും സ്വീകാര്യതയും നൽകുന്നു. പ്രശ്നങ്ങളെ ഒരു അധ്യാപകനായി കാണുക, ശത്രുവായിട്ടല്ല. ശ്രീകൃഷ്ണൻ പറയുന്നു, മനുഷ്യൻ അവന്റെ വിശ്വാസത്താൽ നിർമ്മിതനാണ്. അവൻ എങ്ങനെ വിശ്വസിക്കുന്നുവോ അവൻ അങ്ങനെയായിത്തീരുന്നു. ഇത് നമ്മുടെ ചിന്തകളുടെയും വിശ്വാസങ്ങളുടെയും സൃഷ്ടികരമായ ശക്തിയെക്കുറിച്ച് പറയുന്ന ഒരു അത്യന്തം ശക്തമായ ഉപദേശമാണ്. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നത്, നമ്മുടെ യാഥാർത്ഥ്യം നിർമ്മിക്കുന്നത്. നാം നിരന്തരം നിഷേധാത്മക ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ, നമ്മുടെ കഴിവുകളിൽ സംശയിക്കുകയാണെങ്കിൽ, ഭാവിയെക്കുറിച്ച് അശുഭകരമായ കാര്യങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതം ഭയവും ആശങ്കയും നിറഞ്ഞതായിത്തീരും. ഇതിനു വിപരീതമായി നാം നല്ല ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ, നമ്മളിലും നമ്മുടെ കഴിവുകളിലും ജീവിതത്തിലെ നന്മയിലും വിശ്വസിക്കുകയാണെങ്കിൽ, നമുക്ക് എല്ലാ ആശങ്കകളിൽ നിന്നും മോചിതരാകാൻ കഴിയും. മനസ്സിന്റെ ശക്തി മനസ്സിലാക്കി അതിനെ ബോധപൂർവം ശരിയായ ദിശയിലേക്ക് നയിക്കുക. പോസിറ്റീവ് വിശ്വാസങ്ങളും പോസിറ്റീവ് ചിന്തകളുമാണ് യഥാർത്ഥ ജീവിതത്തിന്റെ താക്കോൽ. അത് നമ്മെ ആശങ്കയുടെ ഇരുട്ടിൽ നിന്ന് പ്രതീക്ഷയുടെയും സാധ്യതകളുടെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്നതുകൊണ്ട് ഒന്നും മാറില്ല. ഇത് ആശങ്കകളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരു പ്രായോഗിക സത്യമാണ്. പലപ്പോഴും നാം നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായ കാര്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. കാലാവസ്ഥ എങ്ങനെയായിരിക്കും, മറ്റുള്ളവർ എന്തു ചിന്തിക്കും, സാമ്പത്തികാവസ്ഥ എന്തായിരിക്കും, ഭാവിയിൽ എന്ത് അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കും. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് സമയവും ഊർജവും പാഴാക്കലാണ്. കാരണം നമുക്കവയെ മാറ്റാൻ കഴിയില്ല. നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ നമ്മുടെ കർമ്മങ്ങൾ, ചിന്തകൾ, പ്രതികരണങ്ങൾ, പ്രയത്നങ്ങൾ, നമ്മുടെ ഊർജവും ശ്രദ്ധയും കേന്ദ്രീകരിക്കണം. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ അംഗീകരിക്കാൻ പഠിക്കുക. അവയെ ഈശ്വരൻ്റെ കയ്യിലോ പ്രകൃതിയുടെ ഒഴുക്കിലോ വിട്ടുകൊടുക്കുക. ഈ ചിന്ത നമുക്ക് അപാരമായ മാനസിക ശാന്തി നൽകുകയും നിരർത്ഥകമായ ആശങ്കയുടെ ഭാരത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എത്രത്തോളം ആശങ്കപ്പെടുന്നുവോ അത്രത്തോളം ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും. ഇത് വിരോധാഭാസമായി തോന്നാം, എന്നാൽ ഇത് സത്യമാണ്. ആശങ്കപ്പെടുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല, മറിച്ച് അവ കൂടുതൽ സങ്കീർണവും കൂടുതൽ വലുതുമായി തോന്നാൻ തുടങ്ങുന്നു. നാം ആശങ്കയുടെ ഭാരത്താൽ ഞെരുങ്ങുമ്പോൾ നമ്മുടെ തലച്ചോർ ശരിയായി പ്രവർത്തിക്കുന്നില്ല. നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാനും വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ആശങ്ക നമ്മുടെ കാഴ്ചപ്പാടിനെ ഇടുങ്ങിയതാക്കുന്നു, നമ്മെ പ്രശ്നത്തിൻ്റെ നിഷേധാത്മക വശങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുന്നു. അതിനാൽ നാം ആശങ്കയിൽ നിന്ന് മുക്തരായി നമ്മുടെ മനസ്സ് ശാന്തവും തുറന്നതുമായി നിലനിർത്തണം. അങ്ങനെ ഓരോ പ്രശ്നത്തിനും മികച്ച രീതിയിലും കൂടുതൽ സർഗാത്മകതയോടെയും വ്യക്തതയോടെയും പരിഹാരം കാണാൻ കഴിയും. ശാന്തമായ മനസ്സാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല ഉപകരണം.